ഫർസാനെ അതിക്രൂരമായാണ് അഫാൻ കൊലപ്പെടുത്തിയത് എന്ന പോലീസിനൊപ്പം മൃതദേഹം കണ്ട നാട്ടുകാരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഞാൻ കണ്ടിരുന്നു എന്തോ ഒരു വല്ലാത്തൊരു ആയുധം കൊണ്ട് അടിച്ചു മുറിച്ചിരിക്കുകയാണ്. ഞാൻ കയറി ബോഡി കണ്ട വ്യക്തിയാണ് ഞാൻ. എനിക്ക് പറയാൻ പറ്റും, വല്ലാത്തൊരു ആയുധം കൊണ്ട്. എന്താണ് അതിനുള്ള അവൻ സ്നേഹിച്ച പെണ്ണാണെങ്കിൽ പിന്നെ എന്തിനു ഇങ്ങനെ ചെയ്യണം? വല്ലാത്തൊരു ആയുധം കൊണ്ട് മുറിച്ചിരിക്കുകയാണ്. ഒരു വലിയൊരു കുഴി തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. തലയ്ക്കാണോ ഗുരുതരമായ പരിക്ക്? തലയ്ക്കല്ല, ഇവിടെ നെറ്റിക്കുള്ള മുറിവ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ വല്ലാത്തൊരു ആയുധം കൊണ്ട് ഇങ്ങനെ മുറിച്ചിരിക്കുകയാണ്. ഒരു പിക്കാസ് കൊണ്ട് അടിച്ചാൽ എത്രത്തോളം അകത്തി പോകും അത്രത്തോളം സംഭവിച്ചിരിക്കുകയാണ് കുട്ടിക്ക്. ആ കുട്ടിയുടെ മുഖം തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും KR ശിവകുമാർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുകയാണ്. ശിവകുമാർ, 23-കാരനായ അഫാൻ പോലീസ് സ്റ്റേഷനിലെത്തി സാറേ ഞാൻ 6 പേരെ കൊന്നു എന്ന് പറയുന്നു. അതിൽ ആദ്യം ഞെട്ടിയത് പോലീസാണ്, പിന്നീട് കേരളം ഒന്നാകെ നടുങ്ങി. എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയും? രേഷ്മ സൂചിപ്പിച്ചതുപോലെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്റ്റേഷനിൽ വന്നാണ് വൈകിട്ട് 6:20 ഞാൻ 6 പേരെ കൊലപ്പെടുത്തി എന്ന വിവരം പ്രതി അഫാൻ പോലീസിനോട് പറയുന്നത്. രേഷ്മ പറഞ്ഞതുപോലെ തന്നെ പോലീസ് ആദ്യം ഞെട്ടിപ്പോവുകയാണ് ഇത്തരത്തിലൊരു വിവരം കേൾക്കുമ്പോൾ. തുടർന്ന് നടത്തുന്ന അന്വേഷണത്തിലാണ്, മണിക്കൂറുകൾക്കുള്ളിൽ തുടർന്ന് നടത്തുന്ന അന്വേഷണത്തിലാണ് ഈ പറഞ്ഞതിൽ 6 പേർ എന്ന് പ്രതി പറയുന്നു. പക്ഷേ 5 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. 6ാമത്തത് പ്രതിയുടെ ഉമ്മ തന്നെയാണ്. പ്രതിയുടെ ഉമ്മ ഗുരുതരാവസ്ഥയിൽ ആണുള്ളത് എന്ന് ഈ തൊട്ടടുത്ത് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ അവർ ചികിത്സയിലാണുള്ളത്. കൊല്ലപ്പെട്ട പ്രതിയുടെ അഫാന്റെ സുഹൃത്താണ്, പെൺസുഹൃത്താണ് ഫർസാന. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ് അവരുടെ വീട്. പക്ഷേ കൊല്ലപ്പെട്ട പെൺകുട്ടി ആരാണ് എന്ന് ആദ്യഘട്ടത്തിൽ അഫാന്റെ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ അറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ പിന്നാലെയാണ്, തുടർന്ന് നടത്തുന്ന അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ടത് ഫർസാനയാണ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കേട്ടതുപോലെ ആ മൃതദേഹം കണ്ട യുവാവ് പറഞ്ഞതുപോലെ തന്നെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. നെറ്റിയിൽ ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നു. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ അപ്പുറമാണ് പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രതി അഫാന്റെ പിതാവിന്റെ ഉമ്മയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. വൈകിട്ട് 5:15 അവരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കാണുന്നത്. തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം എന്ന് പറയുന്നത് ഭിത്തിയിൽ തലയിടിച്ചു കൊലപ്പെടുത്തിയതാണോ എന്നൊരു സംശയം കൂടിയുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോഴും വീട്ടിൽ തന്നെയാണുള്ളത്. നാളെ രാവിലെ ആയിരിക്കും തുടർ നടപടികൾക്കായി മാറ്റുക. ആദ്യം ബന്ധുക്കൾ ധരിച്ചിരുന്നത് മോഷണ ശ്രമത്തിനിടയിൽ മറിഞ്ഞു വീണതാകാം. എന്തായാലും മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സൽമ ബീവിയുടെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്. 8:30 ഈ പ്രതിയുടെ ഒരു സ്കൂട്ടർ ആ പ്രദേശത്ത് കണ്ടതായി പറയുന്നു. അപ്പോൾ പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം അനുസരിച്ച് പാങ്ങോട് നിന്നായിരിക്കണം ആദ്യം കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക. പോലീസിന് പ്രതി കൊടുത്തിരിക്കുന്ന മൊഴി സാമ്പത്തിക പ്രശ്നമാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്താനുള്ള കാര്യം. പലപ്പോഴായി പണം ചോദിച്ചെങ്കിലും ഇവരിൽ നിന്ന് സഹായം കിട്ടിയില്ല എന്നൊക്കെ പ്രതി മൊഴി കൊടുത്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇത് മാത്രമാണോ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ചോദ്യം ചെയ്യലിലും കടക്കുന്നതേയുള്ളൂ. പ്രതി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ആത്മഹത്യാ ശ്രമം നടത്തിയ പ്രതി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. പോലീസ് എന്തായാലും തുടരന്വേഷണം, ഇനി നാളെ രാവിലെ ആയിരിക്കും തുടർ നടപടികൾ, മൃതദേഹം മാറ്റുന്ന അടക്കമുള്ള നടപടികൾ ഉള്ളത്. പിതൃ സഹോദരന്റെ ഭാര്യയെ, പിതാവിന്റെ അമ്മയെ, അതോടൊപ്പം ഇളയ സഹോദരനെ, അതോടൊപ്പം പെൺസുഹൃത്തിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇത് കൊലപാതകത്തിനായി ചുറ്റിക പുതുതായി വാങ്ങുന്നു, അതുകൊണ്ട് തലക്കടിക്കുന്നു, വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഇങ്ങനെ പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം ഇത്തരത്തിലാണുള്ളത്. പ്രതിയുടെ മാതാവ് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്ത് ഇവിടെ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തന്നെയാണുള്ളത്. രേഷ്മ. ശരി, KR ശിവകുമാറാണ് വിവരങ്ങൾ നൽകിയത്.